എന്താണ് തോന്നുന്നത്, എന്താണ് ഫീൽ ചെയ്യുന്നത്? സന്തോഷമുണ്ട്. ഈ പറയുന്ന മാനന്തവാടിയല്ല, ബത്തേരിയാണ് എൻ്റെ നാട്, സുൽത്താൻ ബത്തേരി. അപ്പോൾ എന്താ പറയുക, വയനാട്ടിലൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ വയനാട് പറയുന്ന ആർട്ടും കൾച്ചറും എല്ലാം വയനാട്ടിലേക്ക് ഇങ്ങനെ ഒരുമിച്ച് വരുന്നു എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം വയനാട് അങ്ങനെ അത്ര എക്സ്പോസ്ഡ് ആയിട്ടൊരു സ്ഥലമല്ല, പണ്ട് മുതലേ അങ്ങനെയല്ല. നമ്മളൊരു എപ്പോഴും ഒരു ടൂറിസം ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം എല്ലാവരും വരുന്നൊരു സ്ഥലം മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വയനാട്ടിൽ ഇങ്ങനെയൊരു ഫെസ്റ്റിവൽ നടത്തുന്നു, ലോകം മൊത്തം ഇപ്പോൾ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്നുള്ള രീതിയിലേക്ക് ഇങ്ങോട്ടേക്ക് നോക്കുന്നു എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ മാത്രമല്ലാതെ അതായത് വയനാട് ഇത് നടത്തുന്ന ഒരു ബാക്ക് ഡ്രോപ്പ് മാത്രമല്ലാതെ ഈ വയനാടിൻ്റെ ഭംഗിയിൽ നിന്നും വയനാടിൻ്റെ നാട്ടുകാരിൽ നിന്നും വയനാടിൻ്റെ ഹിസ്റ്ററിയിൽ നിന്നൊക്കെ ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളാൻ ഈ ഫെസ്റ്റ് കൊണ്ട് എല്ലാവർക്കും ഇവിടെ വരുന്നവർക്കൊക്കെ സാധിക്കട്ടെ എന്നിവിടെ ആഗ്രഹിക്കുന്നു. താങ്ക് യു സർ. ഒരു ക്വസ്റ്റ്യൻ കൂടി, ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ മാത്രമല്ല, നമുക്കിവിടെ സിനിമയുണ്ട്, അതുപോലെ തന്നെ ആർട്ടും കൾച്ചറും എല്ലാം ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് സാറിന് എന്താണ് പറയുന്നത്? അതാ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ മാത്രമായി കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ ഈ തലമുറ ഭയങ്കര ഡിജിറ്റൽ ഏജ് ആണല്ലോ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ ലിറ്ററേച്ചർ മാത്രമായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആൾക്കാരെ അട്രാക്ട് ചെയ്യാനുള്ളതും കൂടെ ഉണ്ടല്ലോ. മാക്സിമം റീച്ച് എത്തുക എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അത് സിനിമയും ഈ പറയുന്ന മറ്റ് ആർട്ടും ഫുഡ് ഫെസ്റ്റിവലൊക്കെ ആയിട്ട് കുറച്ചുകൂടെ കമേഴ്ഷ്യലൈസ് ചെയ്യുന്നതും ഒരു തരത്തിൽ ഇതിൻ്റെ റീച്ചും വിസിബിലിറ്റിയും കുറേ കൂടെ പോപ്പുലാരിറ്റിയൊക്കെ കൂട്ടുന്നതിന് ഒരുപാട് സഹായിക്കും തോന്നുന്നു. ഇനി വരുന്ന എഡിഷൻസും, ഇപ്പോൾ ആദ്യത്തെ എഡിഷനെ കുറിച്ച് ഭയങ്കര അഭിപ്രായമാണ് എല്ലായിടത്തും ഉള്ളത്. അതേപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള എഡിഷൻസിലൊക്കെ ഇത് കൂടുതൽ വലുതാവാൻ ഇതിന് സഹായിക്കും എന്ന് തോന്നുന്നു. ഇറ്റ്സ് എ വെരി നൈസ് ഐഡിയ ആക്ച്വലി. അപ്പോൾ തീർച്ചയായിട്ടും വലിയ വിജയമാവട്ടെ. താങ്ക് യു.